പ്രിയമുള്ള രാഷ്ട്രീയ വികലാംഗ സംഘിൻ്റെ ഈ വേദിയിൽ ബഹുദിഷ്ടായിട്ടുള്ള രാഷ്ട്രീയ വികലാംഗ സംഘിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമാൻ ഉമേഷ്, അതേപോലെ സംസ്ഥാന സമിതി അംഗമായ അമ്പിളി, അതേപോലെ അനിചേട്ടൻ, ബാലേഷ് ചേട്ടൻ, വസന്ത, മറ്റുള്ള എല്ലാ മുംബൈസ്മാരും കുടുംബാംഗങ്ങളെ, നമ്മൾ രാഷ്ട്രീയ വികലാംഗ സംഘിൻ്റെ ഓണാഘോഷ പരിപാടി കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലെ 29 സംസ്ഥാനത്തിൽ രാഷ്ട്രീയ വികലാംഗ സംഘിൻ്റെ ഓണാഘോഷം ഒരാഴ്ച മുതൽ 5 ഓണം വരെ നടത്താൻ അഖില ഭാരതീയ തലത്തിൽ സംഘടന തീരുമാനം എടുത്ത പ്രകാരം അതിൻ്റെ ഒരു ശാഖയുടെ പ്രവർത്തനമാണ് ഈ പ്രദേശത്ത് ഇന്ന് നടക്കുന്നത്. നമുക്കറിയാം, ശാരീരികമായി വൈകല്യം ഉണ്ടെങ്കിൽ തന്നെയും മാനസികപരമായി വൈകല്യം കണക്കാക്കാതെ ഏതൊരു കാര്യവും സമാജത്തിൽ വികസനപരമായ കാര്യങ്ങളായാലും സംഘടനാപരമായ കാര്യങ്ങളായാലും ഐക്യതപരമായ കാര്യങ്ങളായാലും ഒത്തൊരുമയോടെ ഈ സമാജത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒത്തുകൂടാൻ വേണ്ടി ഭിന്നശേഷിക്കാരായ ഞങ്ങളും ഈ സമാജത്തിനോടൊപ്പം ഉണ്ട് എന്നുള്ള സങ്കല്പത്തിൽ അല്ലെങ്കിൽ ഉറപ്പിൽ നമ്മളും സമാജത്തിൽ മാറ്റി നിർത്തേണ്ട ആൾക്കാരല്ല. ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യപരമായും വികസനപരമായും നേതൃത്വം കൊടുക്കാൻ കാര്യപ്രാപ്തിയുള്ള കാര്യകർത്താക്കന്മാരാണ് എന്നുള്ള ആ സങ്കല്പത്തിൽ രാഷ്ട്രീയ വികലാംഗ സംഘം സമാജത്തിൽ പ്രവർത്തിക്കുന്നു. 3 ലക്ഷം വരുന്ന ഭിന്നശേഷിക്കാരുടെ ഒരു ഭാഗമാണ് ഇവിടെ നടക്കുന്ന ഓണാഘോഷം. ആ ഓണാഘോഷത്തിൻ്റെ 21 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ രാഷ്ട്രീയ വികലാംഗ സംഘിൻ്റെ പ്രവർത്തനം. പലതരത്തിലുള്ള ശാരീരികവും മാനസികവും വെല്ലുവിളി നേരിടുന്ന എല്ലാ സമാജത്തിലെ വ്യക്തികളെ ഒത്തുചേർത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കേണൽ സംവിധാനം അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RVS. 2000 ആരംഭിച്ച് 2024 സമാജത്തിലെ കേരളത്തിലെ എല്ലാ വിവിധ വിഭാഗത്തിലെയും സർക്കാർ നിയമന ഭാഗത്ത് സർക്കാർ ജീവനക്കാരുടെ മേഖലയായാലും ലോട്ടറി തൊഴിലാളി മേഖലയായാലും സാധാരണ ലോട്ടറി കച്ചവടം ചെയ്യുന്ന മേഖലയായാലും സമസ്ത മേഖലയിലും ഭിന്നശേഷിക്കാരായ ആൾക്കാർ കടന്നെത്തിച്ചേർന്നു. അവരുടെ വേണ്ട സഹായ സഹകരണങ്ങൾ നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടി ശക്തമായ രീതിയിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ച് കേരളത്തില് കേന്ദ്രത്തിലും സർക്കാരിൻ്റെ ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് പാവപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങളും സഹായങ്ങളും സന്നദ്ധ സംഘടനകളിൽ നിന്നും വാങ്ങിക്കൊടുക്കാൻ രാഷ്ട്രീയ വികലാംഗ സംഘം സാധിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനത്തിന് കരുത്തൊട്ടുന്ന എല്ലാ സഹപ്രവർത്തകരുടെയും ഉന്നത ആവേശവും അനുഗ്രഹവും ഈ സമാജത്തിൽപ്പെട്ട സമൂഹത്തിലെ എല്ലാ പൊതുജനങ്ങളുടെ സഹകരണത്തിലാണ് ഈ രാഷ്ട്രീയ വികലാംഗ സംഘിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. നമ്മൾ വൈകല്യമുള്ള വ്യക്തിയാണെങ്കിൽ തന്നെയും വൈകല്യമുള്ള വ്യക്തിക്ക് ശരീരത്തിന് മാത്രമാണ് കുറവ്, പക്ഷേ മനസ്സിന് വൈകല്യമില്ല. ആ വൈകല്യം മറന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സാധാരണപ്പെട്ട പൗരൻ നടപ്പിലാക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട പദ്ധതികളും സാധാരണപ്പെട്ട ഭിന്നശേഷിക്കാർക്കും ചെയ്യാൻ സാധിക്കും എന്ന് ഈ സമാജത്തിന് തെളിയിച്ചുകൊണ്ട് ഈ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. ഐക്യതയുടെയും സമാധാനത്തിൻ്റെയും നാടായ ഈ കേരളത്തിൽ നാട് കാണും മാവേലി തമ്പുരാൻ
വരും കാലത്തെ വർഷം നമ്മൾ 24 വർഷം കൊണ്ട് ഞങ്ങളും ആഘോഷിക്കുന്നു. അതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ ഒരു പ്രവർത്തനം, ഇതിൻ്റെ ഒരു ഭാഗമായി ഈ പ്രദേശത്ത് ഇന്ന് നമ്മൾ രാവിലെ മുതൽ കൂടി. നമ്മൾ കൂടുന്ന മാത്രമല്ല, മാസത്തിലെ എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയും മറ്റുള്ള ജില്ലകളിലെ മറ്റുള്ള ആഴ്ചകളിലും നടത്താൻ സംഘടന നടന്നുകൊണ്ടിരിക്കുക. സംഘടന തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 27 ഓണാഘോഷ പരിപാടി ഒരാഴ്ച കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 5ാം ഓണം വരെ ലാസ്റ്റ് RCCയിലെ ഓണാഘോഷത്തോടെ സമാപിക്കും. ആ സമാപിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിരുവോണ നാളിൽ മാത്രമല്ല, ഓണനാളിൽ ഒരൊറ്റ ഭിന്നശേഷിക്കാരോ പോലും പട്ടിണിയില്ലാതെ ഓണം ആഘോഷിക്കാനുള്ള, ആ കുടുംബം ഓണം ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് രാഷ്ട്രീയ വികലാംഗ സംഘം തുനിയുന്നത്. ആ പ്രവർത്തനത്തിന്റെ മേഖല അടിസ്ഥാനത്തിലാണ്, ആ പ്രവർത്തനത്തിന്റെ രീതി മനസ്സിലാക്കിക്കൊണ്ടാണ് രാഷ്ട്രീയ വികലാംഗ സംഘം എല്ലാ കുടുംബാംഗങ്ങളെയും ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് ഓണാഘോഷ പരിപാടി നടപ്പിലാക്കുവാനും, കൂടാതെ ആ നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മളൊരു കുടുംബത്തിൽ അംഗമാണ്, നമ്മളൊരു കൂട്ടായ്മയിൽ ജീവിക്കേണ്ട ആൾക്കാരാണ് എന്നുള്ള ആ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. ആ പ്രവർത്തന അടിസ്ഥാനത്തിലാണ് ഈ മലയങ്കിട് മേഖല അടിസ്ഥാനത്തിൽ മലയങ്കിട് പ്രദേശത്ത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മതലമായ അല്ലെങ്കിൽ വാസതലമായ തൊട്ടടുത്ത് തന്നെ ഈ റെസിഡൻസി ഹാളിൽ വെച്ച് നടത്താൻ സംഘടന നിശ്ചയിച്ചത് പ്രകാരമാണ് ഇന്ന് രാവിലെ 9 മണി മുതൽ ഈ സമയം വരെ ക്ഷമയോടെ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായത്. എല്ലാ പ്രവർത്തകരും ഐക്യതയോടെ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഇതിനേക്കാളും വലിയ വിജയമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇനിയും നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ള, അച്ചടക്കപരമായി നടത്താൻ സാധിക്കുമെന്നുള്ള ഒരു പ്രത്യേക സൂചനയാണ് ഈ ഐക്യത കൊണ്ട് അല്ലെങ്കിൽ ഏകദിന ശിബിരത്തിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ സാധിച്ചത്. കോവിഡ് കാലത്ത് തന്നെ രാഷ്ട്രീയ വികലാംഗ സംഘിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ, ഭാരതത്തിലെ എല്ലാ ഭാഗത്തും എല്ലാ കഷ്ടത അനുവദിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായി കിറ്റും മറ്റുള്ള സഹായ പദ്ധതികളും ചികിത്സാ ധനസഹായ സംവിധാനങ്ങളും നടപ്പിലാക്കാൻ സാധിച്ചു. കൂടാതെ വയനാട് തന്നെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ഭിന്നശേഷിക്കാരായ വെള്ളപ്പൊക്കത്തില് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച 2 ഭിന്നശേഷിക്കാർക്ക് വീട് വെച്ച് കൊടുക്കുവാനും രാഷ്ട്രീയ വികലാംഗ സംഘിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ വയനാട് ജില്ല തയ്യാറായി. അതിൻ്റെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സപ്പോർട്ട് ചെയ്യുമെന്ന് പൂർണ്ണമായി ആ ജില്ലയിലെ, വയനാട് ജില്ലയുടെ ഓരോ പ്രവർത്തകരും നമ്മൾ ഉറപ്പ് കൊടുത്തു. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്തു കൊടുക്കുക. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ തന്നെയും സംഘടന ഇടപെട്ട കാര്യം നടപ്പിലാക്കാൻ സാധിക്കും. 2 പേർക്ക് വീട് കിടപ്പാടം റെഡിയാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ നമ്മൾ സാധാരണപ്പെട്ട നമ്മൾ ഓരോരുത്തരും ഓരോ വീട് വെക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ അതിൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നതും നമുക്ക് ഓരോരുത്തർക്ക് അറിയാവുന്നതാണ്. വളരെ വളരെ കഷ്ടപ്പെട്ട് മാത്രമേ ഒരു പാർപ്പിട പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ. ഞങ്ങളെപ്പോലുള്ള ഭിന്നശേഷിക്കാരുടെ വിയർപ്പിൻ്റെ ഒരു ഭാഗമായി ഈ രാഷ്ട്രത്തിലെ കഷ്ടപ്പെടുന്ന ഭിന്നശേഷിക്കാര് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ക്ഷേമ പെൻഷൻ പോലും കിട്ടാതെ കഷ്ടപ്പെടുന്ന 5-6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക. പല ഭിന്നശേഷിക്കാർ കിട്ടുന്നത് 1600 രൂപ കിട്ടുന്ന സമയത്ത് ഇപ്പൊ കിട്ടുന്ന ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് 600 രൂപ, 700 രൂപ, 1000 രൂപ, 1300 രൂപ, അങ്ങനെ ആ ക്രമത്തിലാണ് ഇപ്പൊ ക്ഷേമ പെൻഷൻ കിട്ടുന്നത്. കേരളം കേന്ദ്രത്തിന് കുറ്റം പറയും, കേന്ദ്രം കേരളത്തിന് കുറ്റം പറയും. ഇതിൽ കഷ്ടപ്പെടുന്നത്, ദുരിതം അനുഭവിക്കുന്നത് സാധാരണപ്പെട്ട സമാജത്തിൽ കഷ്ടപ്പെടുന്ന ഭിന്നശേഷിക്കാരാണ്. ഭിന്നശേഷിക്കാരായ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനം ഈ കേരളത്തിൽ അനുഭവിക്കുക. അത് ഞാൻ പറയാതെ അറിയാം. പലവരെ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ അറിയാം,
പൂർണ്ണമായി 6 മാസം 1600 എന്ന് പറയുമ്പോൾ 1600 അല്ല 1300 കഴിഞ്ഞ ദിവസം ഓണത്തിനോടനുബന്ധിച്ച് പെൻഷൻ കിട്ടിയ 600 രൂപ കിട്ടിയവരുണ്ട്. വെറും 600 രൂപ. അടുത്ത് കുടിശ്ശിക വരും എന്നാണ് പറയുന്നത്. കിട്ടിയിട്ട് പറയാ കിട്ടി എന്ന്. 6 മാസം കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവർ പറയും ഇടതുപക്ഷത്തിന് കുറ്റം പറയും, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ എന്ത് ചെയ്യും, കോൺഗ്രസിന് കുറ്റം പറയും. ഇവർ രണ്ടുപേരും കേന്ദ്രത്തിന് കുറ്റം പറയും. ഈ കുറ്റം പറച്ചില് മാത്രമല്ല നമുക്ക് വേണ്ടത്. സമൂഹത്തില് ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് അവരുടെ കഷ്ടപ്പാട് മാറണമെങ്കിൽ ഒരു ദിവസം മരുന്ന് വാങ്ങണമെങ്കിൽ തന്നെ 2000-ൽ കൂടുതൽ തുക ഒരു ഭിന്നശേഷിക്കാരന് ആവശ്യമാണ്. നമുക്ക് പലവരും ഗുളിക വാങ്ങുന്നവരറിയാം. ആഴ്ചോറും 2000 രൂപ, 1000 രൂപ, 1500 രൂപ ആ ക്രമത്തിൽ മരുന്ന് വാങ്ങുന്ന കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ആ ആൾക്കാർ പോലും ഇപ്പോൾ കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ ചെയ്യാൻ ആനുകൂല്യം വാങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ മെഡിസിൻ വാങ്ങാൻ പറ്റാത്ത ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് പറയും, കഴിഞ്ഞ മാസം ഡൽഹിയിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും രാജേന്ദ്രനും അതുപോലെ നമ്മളെ കൃഷ്ണൻപോറ്റിയും കൂടെയായിട്ട് ഡൽഹിയിൽ പോയിരുന്നു. ഡൽഹിയിൽ പോയ സമയത്ത് നമ്മളെ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയും അതേപോലെ നമ്മളെ ഇന്ത്യൻ പ്രസിഡന്റായ രാഷ്ട്രപതിയൊക്കെ നേരിട്ട് കണ്ട് നിവേദനം കൊടുത്തു. ഭിന്നശേഷിക്കാരെ 3.5 കോടി ഭിന്നശേഷിക്കാരായ ആൾക്കാർ ഭാരതത്തിൽ ദുരിതം അനുഭവിക്കുക. ആ ദുരിതം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് എല്ലാ സംസ്ഥാനത്തിലും മിനിമം പെൻഷൻ 15,000 രൂപ കുറയാതെ ക്ഷേമ പെൻഷൻ കേന്ദ്ര വിഹിതം നേരിട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതാത് സംസ്ഥാനത്തിൽ പാർപ്പിട പദ്ധതിയിൽ ഭിന്നശേഷിക്കാരായ വ്യക്തികളെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും കൂടാതെ ഭിന്നശേഷിക്കാരായ ആൾക്കാരുടെ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസമായാലും താഴ്ന്ന വിദ്യാഭ്യാസമായാലും സംവരണ നിരക്കിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം ഏർപ്പെടുത്തണമെന്നും കൂടാതെ തൊഴിലില് ഇപ്പോൾ 4%, നേരത്തെ നരേന്ദ്രമോദി നേരത്തെ വന്ന സമയത്ത് 3%. അത് ഞങ്ങൾ പരാതി കൊടുത്ത് 4% സംവരണമാക്കി 10% സംവരണം ആക്കി തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 41 കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ കഴിഞ്ഞ മാസം ഡൽഹിയിലേക്ക് മുമ്പാടം നമ്മൾ നേരിട്ട് പോയി കൊണ്ടു കൊടുത്തിരുന്നു. പലവരും നമ്മളെ മാധ്യമങ്ങളിലും കൂടാതെ RVS കേരള യൂട്യൂബ് വാട്സപ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും സമാജത്തിൽ അറിയിക്കാനും സർക്കാർ അധികാരിമാരെ അറിയിക്കാനും രാഷ്ട്രീയ വികലാംഗ സംഘടന മഹാപ്രസ്ഥാനം ഇന്ന് ഏറ്റവും കൂടുതൽ മുൻനിരയിലാണ് നിൽക്കുന്നത്. ആ സംഘടനയുടെ പ്രവർത്തനം താഴെത്തട്ടില് വാർഡ് തലങ്ങളിൽ അല്ലെങ്കിൽ ബൂത്ത് തലങ്ങളിൽ ഉള്ള ഭിന്നശേഷിക്കാരെ കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു സംവിധാന വ്യവസ്ഥ എല്ലാ ഭിന്നശേഷിക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുവാനും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവരെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രസംഗവും ഇവിടുത്തെ പരിപാടിയുടെ ഉദ്ഘാടനവും ഞാൻ ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.